ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. താവോയുടെ മനോഹരമായ ലെസൺസിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വൈരുദ്ധ്യങ്ങളുടെ അന്യോന്യ ജ്ഞാനം, ഉയർച്ചയും താഴ്ചയും പോലെ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായി കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം ലാളിത്യത്തെക്കുറിച്ചാണ്, ലാളിത്യത്തിൻ്റെ ജ്ഞാനം. ഇന്ന് നമ്മൾ ശൂന്യതയുടെ ശക്തിയെക്കുറിച്ചാണ്, ദ പവർ ഓഫ് എംപ്റ്റിനെസ്. ഇതെല്ലാം നമ്മളുടെ ആന്തരികവും ബാഹ്യവുമായ ജീവിതത്തെ വളരെയധികം സ്പർശിക്കുന്നു എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ന് മനോജ് സാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുമായിട്ട് അറിയാം. ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ ഡേ ആണ്. ശരിക്കും ഇന്നത്തെ ഈ തീമുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചു. ഇന്നത്തെ തീം കൃത്യമായിട്ട് പറയുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഒരു ആത്മഹത്യയുടെ തലം എന്ന് പറയുമ്പോൾ അത് വീണ്ടും ആ ശൂന്യതയിലേക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശൂന്യതയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന എംപ്റ്റീനെസ്സിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൃത്യമായിട്ട് മനോജ് സാറിൽ നിന്ന് കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, sir, once again on this platform, wonderful platform. നമ്മൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 3-4 എപ്പിസോഡുകളിലായി നമ്മൾ ഇതിൻ്റെ 3 ചാപ്റ്ററുകളാണ് കഴിഞ്ഞ 3 ആഴ്ചകളിലായി നമ്മൾ ഇവിടെ പങ്കിടുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തത്. ഇന്ന് 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സാർ ആമുഖമായി പറഞ്ഞ മനുഷ്യനിലെ ഒരു ടെൻഡൻസിയെ കുറിച്ചാണല്ലോ സാർ പറഞ്ഞപ്പോൾ. പലപ്പോഴും മനുഷ്യർ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ മനസ്സിനെ കൺട്രോള് ചെയ്യാൻ പറ്റാതെ വളരെ വളരെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് അപ്പാടെ തകർന്ന് ഒരു പരിഹാരമായിട്ടാണ് സാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അവിടെയാണ് നമ്മൾ ഈ മാന്ത്രികതയെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ പലപ്പോഴും ശാരീരികമായ സുഖങ്ങളും ശാരീരികമായ ക്ഷമതയൊക്കെയാണ് എപ്പോഴും നമ്മളെ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും മനസ്സിനത്ര വേണ്ട മനോബലം കിട്ടുന്നതിന് വേണ്ടി നമ്മളൊക്കെ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കാമെന്നല്ല, അതുപോലെ തന്നെയാണ്. ചില്ലറ സമയമെങ്കിലും നമ്മളിലേക്ക് തന്നെയൊക്കെ പോവുകയും നമ്മൾ ഈ സമൂഹത്തിലും ഈ ലോകത്തിലുമൊക്കെ ജീവിക്കുന്നതിനുള്ള കഷ്ടപ്പാടുകളും അതിലൂടെ നമ്മളൊക്കെ പോകുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ പക്ഷേ ജീവിതത്തിൻ്റെ തന്നെ ഒരു പാർട്ട് ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലേക്ക് എങ്ങനെ അതിജീവിച്ച് പോകാം, ഇതൊക്കെ എങ്ങനെ നമ്മൾ ഒഴിവാക്കാം എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള കൺസെപ്റ്റുകളിലൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. സാബു സാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെയും എല്ലാവരും ഈ വന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ എല്ലാവരും മഹാത്മാക്കളൊക്കെ പറഞ്ഞത് കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് നമ്മൾ നോക്കിയാൽ ശരിക്കും. അപ്പം അവരുടെയൊക്കെ ജീവൻ തന്നെ ശ്രദ്ധിച്ചാൽ മതി. പലരും വളരെ സിമ്പിളായിട്ടാണ് ജീവിച്ച്, അവർക്കൊന്നും ഒരു ലേബലും ഇല്ലാതെ വളരെ വളരെ വലിയ ആശയങ്ങളല്ലാതെ ശരിക്കും ജീവിത മാർഗങ്ങളും ജീവിത രേഖകളും ഒക്കെ ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നിട്ടാണ് പലരും, നമുക്കറിയാവുന്ന പല യോഗികളും അതുപോലുള്ള ആചാര്യന്മാരും ഒക്കെയും പോയത് അതുപോലെയാണ്. അപ്പോൾ അതുപോലെ ഒരു താപോസത്തിൽ കൂടെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ തിങ്കളാഴ്ചകളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ 4ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാനൊന്ന് എൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യുന്നു. സാർ, എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ സാർ? യെസ് സർ, യെസ്, ഓക്കെ. ഇപ്പോൾ പോയല്ലോ.
സാറേ ഒരു സെക്കൻഡ് ഞാനൊന്നുകൂടെ ആ എടുത്തോളൂ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. Sir, good evening. ആ ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസവും ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും സ്ക്രീനിൽ വരുമ്പോഴുണ്ടോ ചെറിയ സെറ്റപ്പിൽ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ നോക്കിയിട്ട് സാർ. സാറിന് നെറ്റിന് പ്രോബ്ലം ഉണ്ടോ? നെറ്റിൻ്റെ അല്ല സാറേ, എൻ്റെ ഈ സ്ക്രീനിലെ ഒരു സെറ്റപ്പിൽ ഞാൻ അത് എൻ്റെ സ്ക്രീനൊന്ന് കാണിക്കാൻ മാത്രമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതിലേക്കാണ് ഞാൻ നോക്കട്ടെ സാർ. നോക്കാം. ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ കാണാം തീർച്ചയായിട്ടും സാർ, അല്ലേ? സാർ ഇപ്പോൾ കാണത്തില്ലേ? കാണാം കാണാം. ഓക്കെ. യെസ്, റൈറ്റ്. ഓക്കെ. അപ്പോൾ തുടക്കത്തിലുള്ള ചെറിയ ചെറിയ ഹിക്കപ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ പരിചരിക്കാം. പലപ്പോഴും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതുപോലുള്ള സെഷനൊക്കെ ചെയ്യുമ്പോൾ ചില ചെറിയ ചെറിയ തടസ്സങ്ങൾ. സാരമില്ല, നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. ദി ഇൻഎഫബിൾ ജേർണിയിൽ നിന്ന് 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ 4ാമത്തെ ചാപ്റ്ററിന്റെ സബ്ജക്റ്റാണ് ദ പവർ ഓഫ് എംപ്റ്റിനെസ്, ശൂന്യതയുടെ ശക്തി എന്ന് മലയാളത്തിൽ നമുക്കിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ശൂന്യതയുടെ ശക്തി എന്ന് നമ്മൾ നോക്കുമ്പോൾ, താവോയിസത്തിൽ കൂടെ നോക്കുമ്പോൾ, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ശൂന്യമായ പാത്രത്തിന്റെ ഒരു വൈരുദ്ധ്യാത്മകമായ പ്രതിച്ഛായയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത് തന്നെ. അതാണ് ആ എംപ്റ്റിനെസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, ശരിക്കും ഒരു ശൂന്യമായ പാത്രമാണത്. ഈ അധ്യായം ആരംഭിക്കുന്ന വരികൾ അതിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിയാൽ ഒരു പാത്രത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ശൂന്യതയാണ്. അത് നമ്മളെ അതിലേക്ക് എന്തെങ്കിലും നിറയ്ക്കാനായി അനുവദിക്കുന്നു. എംപ്റ്റി കപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, എംപ്റ്റി കപ്പിലേക്ക് മാത്രമേ എന്തെങ്കിലും നമുക്ക് നിറയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്ന വാചകത്തിന് അതുപോലെ തന്നെയാണ് താവോയുടെ ശക്തിയും എന്ന് പറയുന്നത്. താവോയിസത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ശക്തി ശരിക്കും ശൂന്യതയിൽ ആണ് ഉള്ളത്. കാര്യം അതിനൊരു ഫോമാണ്, ഒരു ഫോംലെസ് ആണ്. പ്രത്യേക രൂപനാമങ്ങളൊന്നുമില്ല. ഒരിക്കലും അതിനൊരു കുറവ് വരുന്നില്ല, കൂടുതലും വരുന്നില്ല. അതവിടെ തന്നെ ഉണ്ട്. ആ ശൂന്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഉദാഹരണത്തിന് നമ്മൾ ആകാശം തന്നെ ഏറ്റവും വലിയ ശൂന്യതയല്ലേ? എല്ലാം നിലനിൽക്കുന്നത് അവിടെയാണ് എന്ന് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം. ഏറ്റവും വലിയ ശൂന്യത എവിടെയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആകാശമാണ്. പക്ഷേ യുക്തികൾക്ക് ഒക്കെ അതീതമായിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അറിയില്ല. പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ആകാശത്തെ പോലെ തന്നെയാണ് ഈ താവോയിസത്തിൽ പറയുന്ന താവോയുടെ വഴികളും ആ പാതയെക്കുറിച്ചൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ആ ശൂന്യതയുടെ ശക്തിയിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ടാണ്. ഇതിൻ്റെ ആശയം തന്നെ വൂ വൈവ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതാണ് അനായാസാന പ്രവർത്തന അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ പ്രവൃത്തി, എഫേർട്ട്ലെസ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും തുടങ്ങുന്നത് ശൂന്യതയിൽ നിന്നാണ്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ
നാലാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ശൂന്യതയുടെ ശക്തി. അപ്പോൾ താവോ എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ പാത്രം മാതിരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു താഴ്വര പോലെ, ഒരു ആകാശം പോലെയൊക്കെ നമുക്ക് അതിനെ ഉപമിക്കാം. അവിടെയാണ് ഏറ്റവും വലിയ ശൂന്യതയും ഒക്കെ നമുക്ക്, താഴ്വരകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശൂന്യത, ആകാശം, അതിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഞാൻ വായിക്കാം. The Tao is like an empty container. It can never be emptied and can never be filled. Infinitely deep, it is the source of all things. It dulls the sharp, unites the noted, shades the lighted, and unites all of creation with dust. It is hidden but always present. I don't know who gave birth to it. It is older than gold. It's older than gold. താവോ ഒരു ഒഴിഞ്ഞ പാത്രം പോലെയാണ്. അത് ഉപയോഗിച്ചാലും ശൂന്യമാക്കാനാവില്ല, ഒരിക്കലും നിറയ്ക്കാനും ആവില്ല. അനന്തമായ ആഴമുള്ളതാണ്. അത് എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. അത് മൂർച്ചയുള്ളതിനെ മയപ്പെടുത്തുന്നു, കെട്ടുകളെ അഴിക്കുന്നു, പ്രകാശമുള്ളതിനെ സൗമ്യമാക്കുന്നു. അത് മണ്ണോട് അലിഞ്ഞു നിൽക്കുന്നു. അത് അതിനിഗൂഢവും പക്ഷേ നിത്യ സാന്നിധ്യവുമാണ്. ആരാണ് അതിന് ജന്മം നൽകിയതെന്ന് എനിക്കറിയില്ല. അത് ദൈവത്തെക്കാൾ പഴക്കമുള്ളതാണ്. ഇതാണ് ലവോത്സു പറയുന്ന, താവോയിസത്തിൽ പറയുന്ന ഈ നാലാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. ശൂന്യതയെക്കുറിച്ച് മാത്രമാണ്. ഒഴിഞ്ഞ പാത്രത്തിലെ ഈ ശൂന്യതയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ മനുഷ്യരുടെ ജീവിതമായിട്ട് തന്നെയാണ്. An empty vessel can never be used up. The value of a cup lies in its empty space which allow it to be filled. ശരിയല്ലേ? ഒരു ഒഴിഞ്ഞ പാത്രം ഒരിക്കലും തീർന്നു പോകുന്നില്ല. ഒരു കപ്പിൻ്റെ മൂല്യം തന്നെ അതിൻ്റെ ശൂന്യമായ സ്ഥലത്താണ്. അത് നിറയ്ക്കാൻ നമ്മളെ അനുവദിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ശൂന്യതയിൽ അദ്ദേഹം പറയുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒഴിഞ്ഞ മനസ്സിനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സുമായിട്ടാണ് ഒഴിഞ്ഞ കപ്പിനെ അദ്ദേഹം ഒരർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിൽ നമ്മൾ നോക്കിയാൽ തന്നെയാണ് നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യമായിട്ടാണോ? ശരിക്കും അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് കുത്തിയിറക്കപ്പെട്ട കൂടുതൽ ഭാഗവും കുത്തിയിറച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ സാമൂഹിക ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ടാണ്. അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ നമുക്ക് പോകാൻ പറ്റാത്തതും ഈ ശൂന്യതയിലൊക്കെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് നോക്കാൻ പറ്റാത്തതുമൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ സങ്കീർണമായ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. അതുകൊണ്ടാണ് an empty vessel can be never used up. അപ്പോൾ ആ വാല്യൂവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. The value of a cup lies in its space which allows to be filled. അതാണ്. രണ്ടാമത് പറയുന്നു, the Tao's power lies in emptiness, its lack of form, which allows to be the source of all creation without ever being depleted. എല്ലാത്തിൻ്റെയും സോഴ്സ് അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ്. ദൈവത്തിനേക്കാളും മുന്നേ ഉള്ള ഒരു കൺസെപ്റ്റിൻ്റെ കാര്യത്തിലെ കുറിച്ചാണ്. ദൈവം ജനിക്കുന്നതിന് മുൻപ് പോലെയും ഈ ശൂന്യത ഉണ്ടായിരുന്നു എന്നാണ് താവോ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലൂടെ വേണം നമ്മൾ നീങ്ങാനും. അവിടെ നിന്ന് കിട്ടുന്ന ചില സൂചനകളും പഠനങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് അദ്ദേഹം കൃത്യമായി ഈ ചാപ്റ്ററിലൂടെ വിവരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലതരത്തിൽ അതിനുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ദിസ് കൺസെപ്റ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ താവോയിസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് വൂവി നോൺ ആക്ഷൻ ഓർ എഫേർട്ട്ലെസ് ആക്ഷൻ. എപ്പോഴും ഈ താവോയിസത്തിൽ പറയുന്നതും അതാണ്.
നമ്മളുടെ കേട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന റിസൾട്ടുകളൊക്കെയും നമ്മളുടെ ആക്ഷനിൽ നിന്ന് കിട്ടുന്നതല്ല. പക്ഷെ അത് നമ്മൾ എത്തിച്ചേരേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ അത്യാഗ്രഹങ്ങളോ കൂടുതൽ അതിനെക്കുറിച്ചുള്ള അവലാതികളോ ഒന്നും ഇല്ലാതെ നമുക്ക് വരേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ വരും. അതാണ് എഫേർട്ട്ലെസ് ആക്ഷനിൽ കൂടെ നമുക്ക് കിട്ടുന്നത് എന്നാണ് ഈ താവോസത്തിൽ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഒക്കെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം മനസ്സിന്റെ കാര്യം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ മനസ്സ് ഒഴിഞ്ഞെന്നത് പറഞ്ഞാൽ അതിനകത്ത് ഒരു അഹംഭാവം ഇല്ലായ്മയൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ മനസ്സിൽ അഹംഭാവം തോന്നുന്നതും ഇവിടെയാണ് എന്ന് നമ്മൾ നോക്കിയാൽ, അപ്പോൾ ആ ഒഴിഞ്ഞ എന്നുള്ള വാക്ക് നമ്മൾ പ്രത്യേകം ഒരു വലിയൊരു ഹിന്റാണ് തരുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾക്കൊക്കെ പോലും എപ്പോഴും നിറയ്ക്കാനാണ് ശരിക്കും പറഞ്ഞാൽ താല്പര്യം, അല്ലെ? ഒന്നും ഒഴിഞ്ഞു കിടക്കുന്നത് താല്പര്യമില്ല. പക്ഷെ ആ ശൂന്യതയിൽ നിന്നൊക്കെ പോലും നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ മനസ്സിനെ പോലും നമ്മൾ നിറച്ച് നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കും അനാവശ്യമായ കാര്യങ്ങളിലേക്കും ഒക്കെയാണ് അതിൻ്റെ ആക്ഷനുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത്. അതാണ് സാബു സാറും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ അഹംഭാവം കൊണ്ട് നിറഞ്ഞൊരു വ്യക്തി ഈ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അഹംഭാവത്തിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. തിരിച്ചോ അത് ഇല്ലാതെയായാൽ അദ്ദേഹത്തിൽ എത്തേണ്ട കാര്യങ്ങൾ എത്തിത്തീരും എന്നാണ് ഈ താവോസത്തിൽ കൂടിയുള്ള കൺസെപ്റ്റിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എംപ്റ്റിനെസ്, അതാണ് ഇപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയുണ്ട്? സോഴ്സ് ഓഫ് ഓൾ തിങ്സ്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ നോക്കിയാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു തലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നോ പോലും ഈ പറയുന്ന വാചകങ്ങളിൽ കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഡെപ്തിലാണ് കാര്യങ്ങൾ, വളരെ ഇതിനകത്തൂടെ നമുക്ക് നോക്കിയാൽ കാണാമെന്ന്. എല്ലാത്തിൻ്റെയും ഉറവിടമാണ്, അനന്തമായ ആഴമുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടം തന്നെയാണ് ഈ താവോ. ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി ഡീപ്, ഇറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ഓൾ തിങ്സ്. താവോ ഇസ് ദി ആൻസസ്റ്റർ ഓഫ് ഓൾ ക്രിയേഷൻ. എല്ലാ സൃഷ്ടികളും വരുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, പൂർവികനാണ്. അപ്പോൾ അതിനകത്ത് രൂപമോ സമയമോ നമ്മൾ കാണുന്ന രൂപനാമങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശക്തിയായി എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും എന്നാൽ മറഞ്ഞിരിക്കുന്നതുമായതാണ് ആ ശക്തി. എക്സിസ്റ്റ് ബിയോണ്ട് ഫോം, ടൈം ആൻഡ് ഡയറ്റി. നമ്മളൊക്കെ ഒരു പക്ഷേ ദേവി ദേവത അല്ലെങ്കിൽ നമ്മളൊക്കെ രൂപങ്ങളായി കാണുന്ന സങ്കല്പങ്ങളൊക്കെക്കാളും അപ്പോൾ അതിനേക്കാളും അപ്പുറത്താണ് ഈ പറയുന്ന ശക്തി എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എപ്പോഴും എവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷേ അത് മറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഹിഡൻ യെറ്റ് എവർ പ്രസന്റ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലും നമ്മൾ നോക്കിയത് എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ്, ഹാർമോണൈസിങ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്നായിരുന്നു. ആ കൺസെപ്റ്റും ഈ ചാപ്റ്ററിലും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. കാര്യം it unites all creation with dust. Tao dulls the sharp, unites the noted, says the light. അപ്പോൾ എന്താണ് പറയുന്നത്? മൂർച്ചയുള്ളതിനെ മൂർച്ച ഇല്ലാതാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ താവോയിസത്തിൽ കൂടെ നോക്കുമ്പോൾ പല ബന്ധങ്ങളും പല കെട്ടുകളിൽ കൂടി കിടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾക്ക് ഇതിൽ കൂടെ നോക്കിയാൽ നമ്മൾ അതിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ബലപ്രയോഗമില്ലാതെ നമ്മൾ
പഴയതിൽ നിന്ന് എവിടെ നിന്നാണോ തുടങ്ങിയത് അതിലേക്കൊക്കെ നമുക്ക് വരാനും സാധിക്കും ഈ ശക്തിയിലൂടെ. റിസ്റ്റോർസ് ബാലൻസ് വിത്തൗട്ട് ഫോഴ്സ്, നമ്മളൊന്നും ബലപ്രയോഗമില്ലാതെ നമുക്ക് സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സാധിക്കും. സിംബലൈസസ് യൂണിറ്റി ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എക്സ്ട്രീംസ്, ഐക്യത്തിൻ്റെയും എന്താണ് ലിമിറ്റേഷൻസിൻ്റെയൊക്കെയും അതിര് കടന്ന ഒരു പ്രതീകമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ദി ബിയോണ്ട് ദ നോളജ്. ഈ വരികളുടെ അവസാനം പോലും അതാണ് പറഞ്ഞിരിക്കുന്നത്. I don't know who gave birth to it. It is older than God. ആരാണ് ഈ ശക്തിക്ക് ജന്മം നൽകിയത് എന്നറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പക്ഷേ ദൈവത്തെക്കാൾ പഴക്കമുള്ളതാണെന്നും ഈ വരികളിൽ പറയുന്നു. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള ഏതൊരു സങ്കല്പത്തെക്കാളും പഴക്കമുള്ളതാണ് താവോയിസത്തിൽ പറയുന്ന താവോ. That's why the Tao is older than any concept of God. Cannot be named or defined. രൂപ നാമങ്ങളൊന്നും ഇതിന് നിർവചിക്കാൻ പറ്റില്ല. എംപ്റ്റിനെസ് ആണ്, ഒന്നുമില്ല, ഒരു രൂപവുമില്ല, ശൂന്യതയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊരു പേര് നൽകാനോ നിർവചിക്കാനോ ഒന്നും സാധിക്കത്തില്ല. എന്നാലോ ഇറ്റ്സ് ഓൾവേസ് പ്രസന്റ് യെറ്റ് ഹിഡൻ, എപ്പോഴും സന്നിഹിതമാണ്, എവിടെയും കാണാം, പക്ഷെ മറഞ്ഞിരുന്നു മാത്രമേ നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സമയത്തിനും കാലത്തിനും ഒന്നും വ്യത്യാസമില്ല. ലോകത്തിലെ നമ്മൾ കാണപ്പെടുന്ന സമയവും ദേശവും കാലവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ താവോയിസത്തിൽ കൂടെ നോക്കി അതിനൊന്നും തന്നെ യാതൊരു വ്യത്യാസമല്ല. എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, എവിടെയും നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ബിയോണ്ട് ദ ടൈം. So what is the philosophical reflections on this? What we can learn from this whole, the concept is embrace the emptiness and non-action. നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശൂന്യതയും ഈ പറയുന്ന താമസത്തിൽ കൂടി പറയുന്ന എഫേർട്ട്ലെസ് ആക്ഷനും, ദാറ്റ് ഈസ് ഈ പ്രവർത്തനമില്ലായ്മ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ പ്രവർത്തനരഹിതമായി ഇരിക്കുക എന്നല്ല, നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയും അതിൽ കൂടെ കിട്ടുന്ന ആക്ഷനുകളും അതിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങളുമാണ് നമ്മൾ എംബ്രേസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും സീക്ക് ഹാർമണി, നോട്ട് ദ കൺട്രോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു കൺട്രോളൊന്നും വെച്ചിട്ടോ ഒരു നിയന്ത്രണം വെച്ചിട്ടോ ഒരു കാര്യവുമില്ല. നമ്മളെ തേടി വരേണ്ട ആ സത്യത്തിൻ്റെ ഭാഗമായി അതിനെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അക്സെപ്റ്റ് ദ മിസ്റ്ററി ആസ് ദ പാർട്ട് ഓഫ് ദ ട്രൂത്ത്. നമ്മൾ അത് സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ. ആ മിസ്റ്ററിയെ, ആ രഹസ്യമായി നിൽക്കുന്ന സത്യത്തെ നമ്മൾ അംഗീകരിക്കുക എന്ന് മാത്രം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So the Tao is simply is. It invites us to feel, not define. ശരിക്കും പറയാൻ നമ്മളത് അനുഭവിക്കണമെന്നാണ് പറയുന്നത്, അത് നിർവചിക്കേണ്ട കാര്യമല്ല. ഈ ചാപ്റ്റർ 4 പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശൂന്യതയിൽ നിന്നും ഉണ്ടാകുന്ന, ശക്തിയിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങൾ നിർവചിക്കാൻ പറ്റുന്നതല്ല. അതിൻ്റെ അർദ്ധതലങ്ങളിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അഗാധമായ തലയിൽ നിന്നുണ്ടാകുന്ന ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. Tao is the silent force behind all life. എല്ലാ ജീവന്റെയും പിന്നിലെ നിൽക്കുന്ന നിശബ്ദമായ ശക്തിയാണ് താവോ. Its wisdom lies subtly and surrender. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം സൂക്ഷ്മതയിലും കീഴടങ്ങളിലും മാത്രമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ വരികൾ, ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ചാപ്റ്റർ നമ്പർ 4 എന്ന് പറയുന്നത്, നമ്മൾ അതിൻ്റെ ആദ്യത്തെ ആ വരികളിൽ നിന്ന് തുടങ്ങുന്ന കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സബു സാർ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്റർ 4-ന്റെ
3 പേജുകൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. അത് സംക്ഷിപ്തമായിട്ടാണ് ഇവിടെ ഞാൻ വിവരിക്കപ്പെട്ടത്. നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ കൂടെ പോകാനുണ്ട് സാർ. ഒരു 10 minutes മെഡിറ്റേഷൻ on the same subject. ഓക്കെ സർ. ശരീരം റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. നട്ടെല്ല് നേരെ നിവർത്തി ഇരിക്കുക. 2 കൈപ്പത്തികളും മടിയിൽ തുറന്ന് വയ്ക്കുക. കണ്ണുകൾ സാവകാശം സൗമ്യമായി അടയ്ക്കുക. ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു നിമിഷമെടുക്കുക. നീ ഒട്ടും എഫേർട്ട് എടുക്കാതെ ടേക്ക് എ ലോങ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺസ് മോർ, ടേക്ക് എ ലോങ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധയും കൂടെ സഞ്ചരിക്കുകയാണ്. ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരം ശരിക്കും റിലാക്സ് ചെയ്യുക. ഇനി നമ്മുടെ ശ്രദ്ധ അകത്തേക്ക് തിരിക്കുക. ഇന്നത്തെ എല്ലാ ആശങ്കകളും വിട്ടേക്കുക. ഇപ്പോൾ നാം ഒന്നും ചെയ്യുന്നില്ല, എങ്ങും പോകുന്നില്ല. ഈ നിമിഷത്തിൽ ഇവിടെ ഉണ്ടാകുക. നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് ഒട്ടും മാറ്റാൻ ശ്രമിക്കാതെ ശ്വാസം എടുക്കുന്നതിൻ്റെയും വിടുന്നതിൻ്റെയും ആ സ്വാഭാവിക താളം നിരീക്ഷിക്കുക മാത്രം ചെയ്യും. ഓരോ ശ്വാസത്തോടൊപ്പം സുഖകരമായ സമാധാനം, ശാന്തി അകത്തേക്ക് എടുക്കുന്നതായി ഫീൽ ചെയ്യുക. ഓരോ ശ്വാസം വിടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പിരിമുറുക്കങ്ങളും വിട്ടുപോകുന്നതായി തോളിൽ നിന്നും, താടിയിൽ നിന്നും, നെറ്റിൽ നിന്നും പൂർണ്ണമായും ഒരു വിശ്രമം ഫീൽ ചെയ്യുന്നു. ശരീരം മുഴുവനായി റിലാക്സ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മധ്യഭാഗത്തെ നാഭിക്ക് താഴെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ ഒരു സ്ഥലം വിഷ്വലൈസ് ചെയ്യുക. വളരെ ശാന്തവും ശൂന്യവുമായ ഒരു ചെറിയ സ്ഥലം. അത് പുരാതനമായ ശൂന്യമായ പാത്രം പോലെ വിഷ്വലൈസ് ചെയ്യുക. വളരെ ലളിതവും സുന്ദരവുമായ ഒരു മനോഹര ഭാവം. ഈ പാത്രം ഒരിക്കലും നിറയുന്നില്ല, എന്നാൽ ഒരിക്കലും ശൂന്യമാകുന്നുമില്ല. ഒരു അനന്തമായ ഉറവിടമാണിത്. അതിൻ്റെ ആഴം
ഒന്ന് ഫീൽ ചെയ്യുക. ഇവിടം ശാന്തവും സ്വസ്ഥവും ആഴവും ഉള്ളതുമായ ശാന്തിയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെ മൂർച്ചയുള്ള വിചാരങ്ങൾ, ആശങ്കകൾ ഒക്കെ ശ്രേഷ്ഠമായ ഈ പാത്രത്തിലേക്ക് ഒഴുകുന്നതായി ഫീൽ ചെയ്യും. അപ്പോൾ ആ ആശങ്കകളൊക്കെയും ആ വിചാരങ്ങളൊക്കെയും മൃദുവായതും നിയന്ത്രിക്കാനാവുന്നതുമായി മാറും. എവറിത്തിങ് ഈസ് ഇൻ യുവർ കൺട്രോൾ. നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്ന കെട്ടുകൾ, കുടുങ്ങിക്കിടക്കുന്നതായ തോന്നലുകൾ, അതൊക്കെ പതിയെ പതിയെ അയഞ്ഞ് പോകുന്നതായി വിഷ്വലൈസ് ചെയ്യും. ഈ ആന്തരിക സ്ഥലം കുടുക്കുകളും കെട്ടുകളും ഒക്കെ അഴിക്കുന്ന ഒരിടമാണ്. എല്ലാം അഴിഞ്ഞു പോയിരിക്കുന്നു. ഒരു സെൻസ് ഓഫ് ഈസ് ആൻഡ് ഫ്ലോ നിങ്ങളിലേക്ക് പടരാൻ ആരംഭിക്കും. നിങ്ങളുടെ വിധികളുടെയും ആഗ്രഹങ്ങളുടെയും തിളക്കമാർന്ന കഠിനങ്ങളായ ചിന്തകൾ ഈ പാത്രം സ്പർശിക്കുമ്പോൾ മൃദു ആകുന്നത് വിഷ്വലൈസ് ചെയ്യും. നിങ്ങളുടെ മനസ്സിനെ ശാന്തപ്പെടുത്തുന്ന, ക്ഷമിക്കുന്ന ഒരു ഡിംനെസ്, ഒരു മങ്ങൽ കൊണ്ടുവരും. നിങ്ങളുടെ ഉള്ളിലെ ഈ മറഞ്ഞിരിക്കുന്ന എന്നാൽ എപ്പോഴും സ്ഥായിയായി പ്രസന്റ് ആയ ആ സ്ഥലത്ത് വിശ്രമിക്കുക. ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ഉറവിടമാണ്. ഏത് പേരിനും ഏത് ഫോമിനും വളരെ മുൻപുള്ളതാണ്. നിങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിനും തിരിച്ചു വരുന്നതിനുമുള്ള കാലാതീതവും പോഷകവുമായ ശൂന്യതയിൽ വിശ്രമിക്കുക. ഇപ്പോൾ ഈ മാനസിക ചിത്രീകരണം ഇവിടെ അവസാനിക്കുന്നു. ഈ ആന്തരിക വിശാലതയുടെ ഫീലിംഗിൽ നിങ്ങൾ വിശ്രമിക്കുക മാത്രം ചെയ്യും. ഒരു എഫേർട്ടും ആവശ്യമില്ല. ശൂന്യമായ പാത്രം പോലെ ആയിത്തീരും. തുറന്ന എന്തും സ്വീകരിക്കാവുന്ന ശാന്തിയുള്ള ആ പാത്രം പോലെ. ശാന്തമായി, വളരെ സൗമ്യമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധ
തിരികെ കൊണ്ടുവരിക. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ സെൻസേഷൻസ് ഫീലിംഗ് ഉണ്ടല്ലോ, അത് തിരിച്ചറിയുക. എല്ലാ ഭാഗങ്ങളിലുള്ള സെൻസുകൾ, ചർമ്മത്തിൻ്റെ, വായുവിൻ്റെ സ്പർശം ഒക്കെയും ശരീരത്തിൽ ഫീൽ ചെയ്യും. ഇനി പതുക്കെ വളരെ സൗമ്യമായി ശാന്തമായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. ഇത്രയും നേരം ഇനിയും വരാൻ പോകുന്ന ദിവസവും സമയങ്ങളൊക്കെ ആഴമുള്ളതും വിശാലവുമായ ശാന്തിയുടെ ഈ ഫീലിങ്ങിൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. താങ്ക് യു. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മളുടെ പ്രകൃതിയുടെ താളത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന അല്ലേ, പ്രകൃതിയുമായിട്ടുള്ള ആ ചേർന്ന് നിൽപ്പ് അതെങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ മെഡിറ്റേഷനിലൂടെയും ആദ്യത്തെ പ്രോസസ്സിലൂടെയും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. നിർബന്ധപൂർവമല്ല, വളരെ താളത്തിൽ പ്രകൃതിയുമായി ലയിച്ച് നിൽക്കുമ്പോൾ അതിനുള്ള സകല റിസോഴ്സും അവിടെ ഉണ്ട്. നമ്മൾ താവോ എന്ന് പറയുമ്പോഴത്തേക്കും വഴിയെന്നാണ് സാർ പറഞ്ഞത്. അപ്പം ഈ വഴി എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായും ശൂന്യമാണെന്നും ആ ശൂന്യതയെയാണ് നമ്മളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്നും അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള റിസോഴ്സസ് കൃത്യമായി പ്രകൃതിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ആർജിക്കണമെന്നും അവിടെ ഒരു ശക്തി, ഒരു വെളിപ്പെടുത്തമോ അല്ലേ, ഒരു കൂടുതൽ ഒരു ശക്തി പ്രയോഗമോ ഒന്നുമില്ലാതെ അതേ താളത്തിൽ ലയിച്ച് ഈ പ്രകൃതി റിസോഴ്സസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുക. ഈ വഴിയിലെല്ലാം ഉണ്ട്. അപ്പോൾ ആ വഴിയിലുള്ളതിനെ അതിൻ്റേതായ രീതിയിൽ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു സർ. വളരെ മനോഹരമായ ഇതാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ശൂന്യതയെക്കുറിച്ചൊക്കെ. ശൂന്യതയെ പൊതുവെ നമുക്കൊരു പേടി പോലെയാണ്, പക്ഷേ ശൂന്യതയിലാണ് എല്ലാം നിലനിൽക്കുന്നത് എന്നുള്ളത്. ആ കുടം ഉണ്ടാക്കുന്ന ആ രീതിയും ആ കുടത്തിൽ ശൂന്യത എന്തുകൊണ്ട് അങ്ങനെ നിലനിൽക്കുന്നു, ആ കുടത്തിൻ്റെ ശൂന്യത എങ്ങനെ നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നൊക്കെ വളരെ മനോഹരമായി ഈ പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കി. എനിവേ താങ്ക് യു സർ. ഓക്കെ, നമുക്ക് സജി ചാക്കോയിലേക്ക് പോകാം. പറയൂ. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഈ പവർ ഓഫ് എംപ്റ്റിനെസ് ഞാൻ ഓർക്കുമായിരുന്നു സർ, എന്താണ് ഇതിനകത്ത് പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോ ഈ സർ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ട്രൂത്ത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയത്. കാരണം ശരിക്കും നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ശൂന്യതയിൽ നിന്നാണല്ലോ എല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴും ഈ എംപ്റ്റിനെസ് തന്നെയാണ് അതിന്റെ റിസൾട്ടും വരേണ്ടത്. ഇപ്പം നമ്മളെപ്പോഴും മാത്സ് പഠിക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടോ ഈക്വൽസ് റൈറ്റ് സൈഡിൽ വരണമല്ലോ, അപ്പോഴാണല്ലോ ബാലൻസ് ചെയ്ത് പോകുള്ളൂ. അപ്പൊ പവർ ഓഫ് എംപ്റ്റിനെസ് എന്ന് സർ ലെഫ്റ്റ് സൈഡിൽ ഇടുവാണെങ്കിൽ ഇപ്പൊ റൈറ്റ് സൈഡില് ഫുള്ള് നമ്മളെല്ലാരും ഉണ്ട്, ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ട്. ഭയങ്കര ശബ്ദ കോലാഹലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം കൂടെ ആകത്തുക എന്ന് പറയുന്നത് പവർ ഓഫ് എംപ്റ്റിനെസ് തന്നെയാണെന്ന് സാറ് പറയാതെ പറഞ്ഞു വെച്ച് മെഡിറ്റേഷനിലൂടെ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കും കൂടെ ചേർത്ത് വെക്കുന്ന രീതിയിൽ അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വെരി സിമ്പിൾ വേർഡ്സിലൂടെ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുവാണ്, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്നുള്ളത്.
ഇതൊരു മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ പവർ ഓഫ് എംപ്റ്റിനെസ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ ഡീപ്പായിട്ട് മെഡിറ്റേഷനിലൊക്കെ പോയവർക്ക് മാത്രമാണ് ആ പവർ ഓഫ് എംപ്റ്റിനെസിന്റെ ആ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ സാർ ഇത് എത്ര സിമ്പിൾ വേർഡ്സിലൂടെയാണ് ഈ ഒരു ഇത്രയും സമയത്തിനുള്ളിൽ ഇത് പ്രസന്റ് ചെയ്തതെന്ന് ഓർത്തിട്ട് എനിക്ക് സാറിനോട് ഭയങ്കര ബഹുമാനം തോന്നുകയാണ്. സത്യത്തില് ദൈവം തന്നെ സാറിനെ ഇങ്ങനെ മനുഷ്യർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പൂണിൽ കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു. തീർച്ചയായും രാജു സാർ പറയൂ. ഈ സജി മാഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മനോജ് സാറ് വളരെയധികം തീവ്രതയോടുകൂടി ഈ എംപ്റ്റിനെസ്സിനെ കുറിച്ച് പറഞ്ഞു. പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിയെക്കുറിച്ചാണ് ബൈബിളിൽ അധികം പറയുന്നത്. ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി ശൂന്യവും പാഴുമായിരുന്നു, രൂപരഹിതമായിരുന്നു, ഷേപ്പ് പോലും ഇല്ലായിരുന്നുള്ളതാണ്. അവിടെയാണ് ഇതെല്ലാം നിറച്ചത്. നമ്മുടെ മനസ്സ് ഇതുപോലെ ശൂന്യമായിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ പഞ്ചഭൂതങ്ങളിലൊന്നാണ് ഈ ശൂന്യത എന്ന് പറയുന്നത്. ആകാശം പഞ്ചഭൂതങ്ങളിലൊന്നാണ്. ആകാശം എന്ന് ശൂന്യതയാണ്. അപ്പോൾ അതുകൂടി ചേർന്നതാണ് ഈ നമ്മുടെ പഞ്ചഭൂതങ്ങൾ. അതായത് അഗ്നി, ഭൂമി, ജലം, ആകാശം, അതുപോലെ അഞ്ചാമത്തേത് അഞ്ചെണ്ണം ചേർന്നതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊന്നാണ് ഈ പറയുന്നത് ശൂന്യത. ആ ശൂന്യതയെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞത്. കാരണം ആ ശൂന്യതയുണ്ടെങ്കിൽ എന്തെങ്കിലും നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിറഞ്ഞ അവസ്ഥയിൽ നമുക്കൊന്നും ഇതിന് നിറയാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വിചാരബിന്ദു സാറ് പറഞ്ഞ ഒരു കാര്യമാണ് എന്നോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ശൂന്യമാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, ഇതിനെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, ഉറുമ്പായിരിക്കുന്നതാണ് നമ്മുടെ ഹൃദയം. ആ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസം 60,000-70,000 ചിന്തകളാണ് കടന്നു വരുന്നത്. ഇതിലെ മെജോറിറ്റിയും ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അപ്പം അതിനെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല. എം ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എം ടി ആയിട്ടിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ പോസിറ്റീവ് തോട്ട്സ് കടന്നു വരും. ഈ പോസിറ്റീവ് തോട്ട്സിനും നെഗറ്റീവ് തോട്ട്സിനും ഒരുമിച്ച് ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് തോട്ട്സിനെ പുറത്തു കളയാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഈ പറയുന്ന ഇന്ന് ഇപ്പം കേട്ടതായിട്ടുള്ള നമ്മുടെ ഈ മെഡിറ്റേഷനിലൊക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ഈസ് ഡൂയിങ് നത്തിങ്, വാണ്ടിങ് നത്തിങ് ആൻഡ് ബീയിങ് നത്തിങ് എന്നാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൽ അനുസരിച്ച് പറയുന്നത്. വാണ്ടിങ് നത്തിങ്, ഡൂയിങ് നത്തിങ് ആൻഡ് ഹാവിങ് നത്തിങ് എന്നുള്ള. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ അതേസമയം തന്നെ അത് നിറയ്ക്കാൻ കഴിയുന്നതായിട്ടുള്ള അവസ്ഥ, പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ട് നിറച്ച് അത് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുവാൻ അത് സാധിക്കും. ഈ ടാഗോറിസം എനിക്ക് തോന്നുന്നത് ജീവിതം എങ്ങനെ അന്വർത്ഥമാക്കാൻ സാധിക്കും, അർത്ഥവത്താക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയാണ് അതിൽ നിന്ന് കടന്നു വരുന്നതെന്നാണ് എൻ്റെ ചിന്ത. ഓക്കെ, താങ്ക് യു മനോജ് സാർ. ഇത്രയും വലിയൊരു ചിന്ത ഇവിടെ അവതരിപ്പിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് ടു സാബു സാർ. ഓക്കെ സാർ, താങ്ക് യു. അമർജ്യോതി മാം. Yes, sir. Thank you very much, sir. Thank you, Sabu sir. Thank you, Manoj sir. സാറ് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ തന്നെ, അതായത് വലിയൊരു സബ്ജക്റ്റ് ആണിത്. ഇതിനെപ്പറ്റി പറഞ്ഞാൽ ദിവസങ്ങളോളം പറയാനുണ്ട്. അതായത് എംപ്റ്റിനെസ് ആയാൽ നമ്മളെ എംപ്റ്റി ഉള്ളിടത്ത് മാത്രമേ നമുക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മളെ എപ്പോഴാണോ മനുഷ്യൻ അഹംഭാവം പറയുന്നത്, അതോടുകൂടി സ്റ്റാഗ്നൻസി ആയി. അവിടെ പിന്നെ വേറെ ഒന്നും പ്രതീക്ഷിക്കില്ല. ശരിക്കും ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ കറക്റ്റ് ആണ്. അതായത് നമ്മളെപ്പോഴും ശൂന്യമാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റൂ. ആ ഒരു സത്യമാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഇനി ആരാ പറയുന്നേ?
യെസ്, സോമന ടീച്ചറുണ്ടോ? ഞാൻ പറയാം സാറേ. പറയൂ. രമാദേവി പറയൂ. ഇന്ന് ക്ലാസ് എടുത്ത മനോജ് സാറിനും സാബു സാറിനും ഇവിടെ പ്രസന്റ് ആയ എല്ലാവർക്കും നമസ്കാരം. താവോയുടെ വഴികളിൽ പവർ ഓഫ് എംപ്റ്റിനെസ്, അതായത് ശൂന്യതയുടെ ശക്തിയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. ശൂന്യമായ പാത്രം പോലെയാണ് താവോ. അത് ഒരിക്കലും ഇവിടെ എംറ്റി ആക്കാനും പറ്റില്ല, ഒരിക്കലും ഇവിടെ നിറയ്ക്കാനും കഴിയില്ല. അത് എല്ലാത്തിന്റെ ഉറവിടമാണ്. അതുപോലെ ദൈവത്തിന് മുമ്പുള്ള ഒരു കൺസെപ്റ്റാണ് താവോ. താവോയുടെ ശക്തി കുടികൊള്ളുന്ന അതിന്റെ എംറ്റിനെസ്സിലാണ്. ലളിതമായി പറഞ്ഞാൽ താവോ എന്ന് പറയുന്നത് എല്ലാ ജീവന്റെയും പുറകിലുള്ള നിശബ്ദ ശക്തിയാണ്. നന്ദി സാർ, നന്ദി മനോജ് സാർ, നന്ദി സാബു സാർ. ഓക്കെ, താങ്ക് യു മാം. സോമന ടീച്ചർ, സുധോരൻ ഡോക്ടർ, ജോർജ് സാർ, കുഞ്ഞായി മാസ്റ്റർ, ജോഷി സാർ, ആർക്കെങ്കിലും? ഡോക്ടർ മനോജ് സർ, എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ല. കാരണം ഈ വാക്വം അല്ലെങ്കിൽ സ്പേസ്, എംപ്റ്റിനെസ് എന്നൊക്കെ പറഞ്ഞ ഈ വലിയ വലിയ ആത്മീയാചാര്യന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷിയൊന്നുമില്ല. പക്ഷെ സാറ് അത് ഇങ്ങനെ ആ എംപ്റ്റിനെസ്, മനസ്സ് ശൂന്യമാക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ എനിക്കതിൽ നിന്ന് ആലോചിച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ മനസ്സ് ശൂന്യമാക്കി എടുക്കാനൊന്നും കഴിയുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഫില്ല് ചെയ്യണമെങ്കിൽ, നിറയ്ക്കണമെങ്കിൽ എംപ്റ്റിനെസ് ആവശ്യമാണെന്നുള്ള രീതിയിൽ ഉള്ള ഒരു വളരെ 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 പ്രിമിറ്റീവായിട്ടുള്ള ഒരു നോളജ് എനിക്ക് ഈ കാര്യത്തിൽ കിട്ടിയുള്ളൂ. അത് നമ്മുടെ ഒരു ഈ ആത്മീയ ശക്തിയുടെ കുറവൊക്കെ കൊണ്ടാവും. അതൊരു വലിയ സബ്ജക്റ്റാണെന്നൊക്കെ അറിയാം. പക്ഷെ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ അത് കഴിയുന്നത്ര സിംപ്ലിഫൈ ചെയ്തു എന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഈ ഗഹനത ഒക്കെ ആലോചിച്ചിട്ട് ഈ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാളിനെ പോലെ എനിക്കത് മുഴുവനൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് ശ്രദ്ധാപൂർവം അത് വീണ്ടും ഒന്നുകൂടെ റെക്കോർഡഡ് വെർഷൻ ഒന്നുകൂടെ കേട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ മെഡിറ്റേഷൻ നന്നായി. കാരണം മെഡിറ്റേഷനിൽ വേണ്ടത്ര ഗ്യാപ്പ് കിട്ടി, വേണ്ടത്ര അവർ ഓൺ ടൈം അത് നമുക്ക് പറ്റി. പിന്നെ ബ്രീത്തിങ്ങിൽ നമുക്കൊരു താളം വീണ്ടെടുക്കാനും, ഡീപ്പ് ബ്രീത്തിങ്ങിൽ നിന്ന് പിന്നെ നമ്മുടെ താളം വീണ്ടെടുക്കാനും, പിന്നെ ശ്വാസത്തെ അങ്ങ് മറക്കാനും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ മെഡിറ്റേഷൻ ഗംഭീരമായി. പക്ഷേ ഈ എംപ്റ്റിനെസ് സാറിനോട് ഞാനങ്ങ് ഈ നിഷ്കളങ്കനായ കുട്ടി പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. അതെല്ലാം ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയമല്ല എന്നറിയാം. ഇപ്പം ഈ ക്വാണ്ടം ഫിസിക്സിനെ പറ്റിയിട്ട് 10ാം ക്ലാസ്സുകാരനോട് പറഞ്ഞാൽ മനസ്സിലാവാത്തതുപോലെ ഒരു എനിക്കതിൻ്റെ ഒരു എന്താ റിസപ്റ്റീവ്നെസ് കുറവായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ കുഡിൻറ്റ് എൻജോയ് ഓർ ഗോ ടു ദി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. ഞാനത് ഇനി വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ കേട്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇനി ഒരു പുതിയ നമുക്ക് ഒന്നും ധൈര്യപ്പെടാത്തൊരു വിഷയമാണ് സാറ് അവതരിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഐ കൺക്ലൂഡ്സ്. താങ്ക് യു. വലിയ താമസമില്ലാതെ താവോയുടെ ശിഷ്യനായി മാറും. ഇല്ലേ, നമ്മൾ ലേണിങ് അൺലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പറയത്തില്ലേ, എപ്പോഴും പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറക്കണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോസസ്സിലൂടെ പോകുന്നു എന്ന് മാത്രം. എന്ത് മറക്കണം, എങ്ങനെ മറക്കണം എന്നൊക്കെയാണ് ചോദ്യം. അതൊക്കെ ഡെയിലി ലൈഫിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, സാറിന് ഇതേപോലെ ഗഹന വിഷയങ്ങളിലൊക്കെ അമർജ്യോതി മാഡം കുറച്ചുകൂടെ അതിങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് 2 വാക്കിൽ നിർത്തിയത് എനിക്ക് വിഷമമായി. അപ്പോൾ ക്യാൻ യു സപ്ലിമെന്റ് മാം? അതല്ല സാറേ, അതായത് ഡിസിക്ലിബ്രിയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ഏറ്റവും വലിയ, അതായത് നല്ല അധ്യാപകൻ അങ്ങനെയായിരിക്കും. അതായത് സാറിന് ഒരു ഡിസിക്ലിബ്രിയം ഉണ്ടാക്കിയില്ലേ, ലേൺ അല്ലാത്ത ആ ഡിസിക്ലിബ്രിയം ഉണ്ടായി സാർ അത് അന്വേഷിച്ച് കണ്ടെടുത്തുള്ളൂ. അതാണ് സാർ സാബു സാറ് പറഞ്ഞത്, സാർ അതിന്റെ ശിഷ്യനായി മാറും. അതാണ് അതായത് ടീച്ചേഴ്സിനെ കൊണ്ട് പറയും, ടീച്ചേഴ്സ് ഒരിക്കലും ഓപ്പൺ ആയിരിക്കില്ല. ടീച്ചേഴ്സ് എപ്പോഴും പാത്രം നിറഞ്ഞ പാത്രത്തിന്റെ മാതിരിയാണ്. അവർ വിചാരിക്കും അവർക്ക് എല്ലാം അറിയാം. അപ്പൊ എന്താന്ന് വെച്ചാൽ പുതിയത് അവർ സ്വീകരിക്കില്ല. അവരെന്താണ് പഠിച്ചത് അത് മാത്രമേ അവർക്ക് പറയുള്ളൂ. പുതിയത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. അവിടെയാണ് ഈ സാറിന്റെ ക്ലാസ്സിന്റെ മഹത്വം. അതായത് നമ്മൾ എംപ്റ്റി ആയിരിക്കുക, അതായത് ഹംപിൾ ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ എന്റെ മനസ്സിൽ ഉള്ളത്. നമ്മൾ ഹംപിൾ ആയിരുന്നു
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മറ്റുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. നമ്മളെല്ലാവരും നാളമാതിരി നിന്നാൽ നമുക്ക് ആരും ഒന്നും പറഞ്ഞു തരില്ല. അപ്പൊ എംപ്റ്റി ആക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, അതായത് ഹംപിൾ ആയിരുന്നാൽ നമുക്ക് വി ക്യാൻ ലേൺ എ ലോട്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയും കാര്യങ്ങൾ എനിക്കും ഡിസിക്ലിബറി ഉണ്ടായിട്ടുണ്ട്. ഐ വോണ്ട് ടു ലേൺ. അത് ഇതിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, പ്രകൃതിയിൽ ചേർന്ന് പ്രവർത്തിക്കുക, നിഷ്ക്രിയത്വമല്ല, മറിച്ച് ബലപ്രയോഗമോ അധികമായ ഇടപെടലോ ഇല്ലാതെ പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക പ്രഭാവത്തിനനുസൃതമായി മാത്രം പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മളത് നമ്മൾ ജഡ്ജ്മെന്റിലാകുന്നതിന്റെ ഒരു തലമാണ് പറഞ്ഞല്ലേ. ജഡ്ജ്മെന്റിലായി കഴിഞ്ഞാൽ നമ്മളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറത്തില്ലല്ലോ, നമ്മളവിടെ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ തുറന്ന പുസ്തകമായി മാറുക, അല്ലെങ്കിൽ ശൂന്യമായ കലമായി മാറി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. മനോജ് സാർ കോരി തരും. എന്തായാലും ഈ ഞങ്ങൾ അന്ധരൊക്കെ കണ്ട ആനയെ മനോജ് സാർ ഇനി സെക്കൻഡ് കമ്മിങ്ങിൽ ഇനി ഒരു സെക്കൻഡ് റൗണ്ട് ഈ അന്ധരയൊക്കെ ഒന്നുകൂടെ ഒന്ന് കൈപിടിക്കൂ സാർ. സാർ ഇതിന്റെ 2 സെഷൻസ് ഇതിന്റെ പുറകിലുണ്ടായിരുന്നു, എല്ലാ തിങ്കളാഴ്ചയും. അല്ലല്ല, ഉണ്ട്. പക്ഷെ ഈവൻ ദെൻ ഇറ്റ്സ് വെരി വാസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഡീപ്പ് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സ്പേസ്. അതെ, യെസ്. സാറിന് കേൾക്കുന്നില്ല? മനോജ് സാർ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, ഇത് പറ്റി? അൺമ്യൂട്ട് അല്ലല്ലോ ഇപ്പൊ. പറഞ്ഞേ. ഇല്ല, കേൾക്കുന്നില്ല. ഇപ്പൊ ഉണ്ട്. പറയും. അപ്പൊ അല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. കാര്യം വെറും ശൂന്യത എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ മിസ്റ്ററി അല്ലേ. നമുക്കെല്ലാവരും ആ വിഷയത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഉദാഹരണത്തിന് ഡോക്ടർ, ഇപ്പം നമ്മൾ ആകാശം എവിടെയെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊക്കെ വസിക്കുന്ന ഭൂമി അടക്കം എല്ലാ ഗ്രഹങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും ഒക്കെ നിൽക്കുന്ന ഗാലക്സിയും എല്ലാം ആ ആകാശത്തിലാണ്. നമ്മൾ അത് നോക്കിയാണ് മേലോട്ട് പറയുന്നത് അതാണ് ആകാശമെന്ന്, അതല്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ മനുഷ്യരുള്ള അറിവ് അത്രയേ ഉള്ളൂ ഡോക്ടർ, ശരിക്കും പറഞ്ഞാൽ. ഐ അഗ്രി വിത്ത് യു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ അതിൻ്റെ ഡെപ്തിലൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അമർജ്യോതി മാഡം പറഞ്ഞൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് പലയിടത്തും പല ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ പോലും നമ്മളൊക്കെ പറയുന്നത് പോലും അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു ഈ ബുക്ക് തുടങ്ങിയവരുണ്ട്, അതിൻ്റെ വളരെയധികം ട്രാൻസ്ലേഷൻ പോയാൽ ഇറ്റ്സ് നോട്ട് എ സബ്ജക്റ്റ് ആക്ച്വലി, ടു ബി വെരി ഹോണസ്റ്റ് വിത്ത് യു. അപ്പോൾ നമ്മൾക്ക് അതിനകത്ത് കിട്ടും ഇപ്പം ഇത്രയും മാത്രം മതിയല്ലോ, ഒരു ഒഴിഞ്ഞ പാത്രം പോലെ ആണ് നമ്മളും എന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കൂടെ നിറയ്ക്കാനുണ്ട്. പക്ഷേ നിറയ്ക്കപ്പെട്ടതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ കുറേയൊക്കെ ഡീക്ലട്ടർ ചെയ്യുക. അപ്പോൾ ആ വഴിയിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒഴുക്ക് കിട്ടും ജീവിതത്തിനെന്നാണ് നമുക്ക്. പ്രത്യേകിച്ചും നമ്മളെല്ലാ കാര്യം എപ്പോഴും എന്താണ് ഈ ഡോക്ടറെ, നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും ലൈഫിലെ കാര്യം എന്താ, നമ്മളൊക്കെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അധികാരം, പ്രശസ്തി, അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുറേ ഈ തിളക്കങ്ങളുണ്ടല്ലോ, അതിൽ കൂടെയൊക്കെയാണല്ലോ നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ അതാണ് മനുഷ്യരുടെ എല്ലാവരുടെയും താല്പര്യം, അതുകൊണ്ടാണല്ലോ. അപ്പം അവിടെയൊക്കെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ശക്തി ഉണ്ടെന്നും അതിനകത്ത് ആ ഡെപ്തിൽ കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ അവബോധവും ഒക്കെ പറയാൻ കൊണ്ടുവരാണ് ഇങ്ങനെയുള്ള കൃതികളും ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എംപ്റ്റിനെസ് എന്ന് പറയുന്ന ഒരു ഒഴിഞ്ഞ പാത്രം തന്നെ നമ്മൾ കൊണ്ട് നടക്കുന്നതും നമ്മളത് നിറയ്ക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഈ പറയുന്ന കുറച്ച് അറിവുകൾ നമുക്ക് പലതരത്തിൽ നേടാം. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും അതോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മണ്ണിൽ തൊട്ട് ജീവിക്കുക എന്ന് പറയുന്നവരെ അതിനകത്ത് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗഹനമായ സബ്ജക്റ്റാണ് അത്. അതിനകത്ത് കൊടുക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻസ് പലർക്കും പലതും. ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളും വാലിഡുമാണ്. അപ്പോൾ അമൃതജ്യോതി മാം പറഞ്ഞ എല്ലാവരും പറഞ്ഞതിലുള്ള കൺസെപ്റ്റ് അതെന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ആയിരിക്കുക, ഒരു ഒഴിഞ്ഞ പാത്രം പോലെ ആയി ജീവിക്കാൻ നമുക്ക് അതിൻ്റെ വഴിയിൽ പോയാൽ ഒരു പക്ഷേ ഇപ്പം സാബു സാർ അത് പറഞ്ഞു, നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ എത്തിച്ചേരും. നമ്മൾ രോഗികളായി തീരുവാണല്ലോ, അനാവശ്യമായിട്ടുള്ള പ്രഷറൊക്കെ ഉണ്ടാക്കുന്നുള്ള കാര്യം തന്നെ ഇതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത തരത്തിലുള്ള ചിന്തകളും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ കുറേയൊക്കെ ഒഴിവാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്ന് മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് വേറൊരു ഡിറക്ഷനിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു ഡോക്ടർ.
സാറേ നമ്മളെ മെഡിറ്റേഷൻ തന്നെ അതല്ലേ, എംപ്റ്റിനെസ് അല്ലേ? നമ്മളെ മനസ്സിനെ എംപ്റ്റി ആക്കുന്നവരല്ലേ നമുക്ക് അവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നത്. തീർച്ചയായിട്ടും അതെ. ഓക്കെ, താങ്ക് യു. രമാദേവി മാം പറഞ്ഞോളൂ. രമാവതി. പേര് തെറ്റിപ്പോയി, കുഴപ്പമില്ല. സാബു സാർ അതുപോലെ മനു സാർ. ഇപ്പം എല്ലാരും പറഞ്ഞ പോലെ ഇത് കടുകട്ടിയുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ ഡോക്ടർ സുധോധനൻ സാറ് പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതുപോലെ അമർജ്യോതി മാഡം പറഞ്ഞ പോലെ ഒരു തമാശയിലൂടെ നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാണ് അതിന് പറഞ്ഞതുകൊണ്ട്. കാരണം ഗുരുക്കന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും പണ്ട് ഒരു അധ്യാപികയോട് ഒരു കുട്ടി ക്ലാസ് ചോദിച്ചു, ടീച്ചറെ എന്താ പുട്ടൂരെ നട്ടൂരെ എന്ന് പറഞ്ഞാലെന്ന്. 2 വാക്കാണ്, പുട്ടൂരെ നട്ടൂരെ. അപ്പൊ ടീച്ചർ പറഞ്ഞു, എനിക്കറിയില്ലല്ലോ മോനെ, ഞാൻ നോക്കട്ടെ. എന്നിട്ടത് ടീച്ചേഴ്സ് റൂമിൽ കൊണ്ടുപോയി. ആർക്കും പുട്ടൂരെ നട്ടൂരെ അറിയുന്നില്ല. HMന്റെ അടുത്ത് പോയി, HMനും പുട്ടൂരെ നട്ടൂരെ അറിയുന്നില്ല. വീട്ടിൽ പോയിട്ട് ഭർത്താവുമായിട്ട് കുറെ നേരം സംസാരിച്ചു, എന്നിട്ടും പുട്ടൂരെ നട്ടൂരെ അറിയുന്നില്ല. അവസാനം കുട്ടീനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ടീച്ചർ കുറെ കാര്യം ചോദിച്ചു, എവിടുന്നാ മോനെ എനിക്കിത് കിട്ടിയത്? അല്ല, ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നല്ല, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് ടീച്ചറെ വിളിച്ചു വരുത്തി. അപ്പൊ ആ പാഠം എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ നേച്ചറിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ അതിന്റെ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ. അപ്പം കുട്ടി വായിക്കുമ്പോ ഫ്യൂച്ചർ എന്നുള്ളത് പുട്ടൂരെന്നും നേച്ചർ എന്നുള്ളത് നെട്ടൂരെന്നും വായിച്ചു. ഇത്രയേ ഉള്ളു കാര്യം. അപ്പൊ ഗഗനമായ വിഷയത്തിലേക്ക് നമ്മളെല്ലാം പോയിക്കോളും, അതിന് സംശയമൊന്നുമില്ല. മനോജ് കുമാർ സാറാണെങ്കിൽ ഇങ്ങനെയുള്ളത് എന്താ പറയണ്ടേ, ചെറിയ വലിയ കാര്യം ചെറിയ രീതിയിൽ എടുത്ത് അമ്മാനമാടിയിട്ട് നമ്മളെ മുമ്പിൽ നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതിലിപ്പം അമർജ്യോതി മാഡം പറഞ്ഞ പോലെ ഈ എന്ത് തന്നെ കുസൃതിയുള്ള, ഞാനിപ്പം ഇപ്പൊ അടുത്ത് തന്നെ 2-3 പ്രാവശ്യം സ്കൂളിലൊക്കെ പോയിരുന്നു. അപ്പൊ കുട്ടികൾക്ക് യോഗ പഠിപ്പിക്കുമ്പോ ചിലപ്പം സാറന്മാര് പറയും മോട്ടിവേഷൻ കുറച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ യോഗന്റെ കുറച്ചും കൂടി ലൂസനിങ് എക്സസൈസ് ഒക്കെ എടുക്കണം, SPC കുട്ടികൾക്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോ അവരൊരു തമാശ പോലെയാണ് കാണുന്നത്. അത് ഒരു ഫണ്ണി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്യും, ഉടനെ മെഡിറ്റേഷനിലേക്ക് പോകും. മെഡിറ്റേഷനിലേക്ക് പോയാൽ ഒരനക്കം ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ആരും കണ്ണ് തുറക്കാൻ പാടില്ല. കണ്ണ് തുറന്നാൽ നിങ്ങൾ ഈ ക്ലാസ് കഴിയുന്നവരെ ഒറ്റക്കാലിൽ ഇവിടെ നിൽക്കേണ്ടി വരുന്നു. അപ്പൊ ഒറ്റ പ്രശ്നമില്ല, മെഡിറ്റേഷനിലേക്ക് പോയാൽ അവർക്ക് ഒന്നും അറിയണ്ട. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചു നേരം അധികം തുടങ്ങിയാൽ കൂർക്കം വലിയും കേൾക്കാം, അത് വേറെ കാര്യമാണ്. അപ്പം ഇതിലിപ്പോ പറഞ്ഞത് എന്താ ശൂന്യത എന്നുള്ളത്, അതിൽ തന്നെ സാറ് ഇപ്പൊ പറഞ്ഞു മനസ്സിന്. എനിക്ക് തോന്നുന്നു ഇപ്പം സാറ് പറഞ്ഞതിനോട് ഞാൻ കൂടുതലായിട്ട് യോജിക്കുന്നത്, മനസ്സിന് ശൂന്യതയിൽ, അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കാം മനസ്സിന്ന്. അതാണ് ഇപ്പൊ ചെയ്യാത്തത്. ഇത് നിറച്ച പാത്രത്തിൽ തന്നെ വേണ്ടാത്ത കാര്യങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് നിറക്കുകയാണ്. അപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉടലെടുക്കുന്നത്. അത് നിറക്കുന്നത് മാത്രമല്ല സാറേ, എനിക്കൊന്നും കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, വേണ്ടാത്ത കാര്യങ്ങൾ നിറച്ചിട്ട് ഷെയർ ചെയ്യാൻ നോക്കും. അപ്പൊ വീണ്ടും നല്ല ബോംബ് പോലത്തെ അവരുടെ നിന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നിറക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഇത്. ഇതിപ്പം പണ്ടത്തെ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. അന്നേരം നമ്മളിപ്പോ ഒരു കുളിക്കാൻ ഒരു കുളവുള്ള വീട്ടിലാണെങ്കിൽ പണ്ട് കുളിക്കാൻ പോകുമ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ നമ്മളെ മനസ്സിൽ, നമ്മളെ എന്താ പറയുക, നേച്ചർ, നമ്മളെ ഭൂമിയിലുള്ള, അതായത് ഒരു മട്ടൽ എന്ന് പറയും, ഓലയുടെ ഇതില്ലേ, ഓലയെല്ലാം കളഞ്ഞിട്ടുള്ള സംഭവം, അതിലിരുത്തിയിട്ട് വലിച്ചിട്ടായിരിക്കും അനിയനെ കൊണ്ടുപോവുക. അതൊരു സുഖമുള്ള യാത്രയായിരിക്കും. അന്നേരം അത് പോകുമ്പോ തന്നെ നമുക്ക് അവിടെ തൊട്ടാവാടി ഉണ്ടാകുമ്പോ അതിനൊന്ന് തൊട്ടു, അപ്പൊ അതെല്ലാം തൊട്ടിട്ടാകുമ്പോ ഇങ്ങനെ ആകുമ്പോ ആ ഒരു, കാരണം എല്ലാം ഭൂമിയോട് നല്ല എന്താ പറയേണ്ടത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിയാണ്. ഇപ്പോഴത്തെ പോലെയല്ല, ഇപ്പോഴുള്ള മാലിന്യമുള്ള ഭൂമിയല്ല. അപ്പൊ ഓരോന്നും നമ്മളങ്ങനെ പോകുമ്പോ ചിലപ്പം ഈ പൂമ്പാറ്റയുടെ പൂപ്പ ഉണ്ടാവില്ലേ, പൂപ്പ അതിങ്ങനെ ഇലേന്റെ അടിയിലുണ്ടെങ്കിൽ ചിലപ്പോ കുപ്പി കൊണ്ടുപോയാലും അത് ഇട്ട് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോ ഒരു ദ്വാരം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറക്കൂല. പിന്നെ നമ്മൾ പറക്കാൻ വിടും അതിനെ. അങ്ങനെ നമ്മളിങ്ങനെ ലയിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നു.
പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ കുട്ടികളൊക്കെ നല്ല മാറ്റം വന്നല്ലോ. അപ്പം ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചക്രങ്ങളുണ്ടല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, പിന്നെ ആജ്ഞ, സഹസ്രാരെല്ലാം വന്നിട്ട് മുകളിൽ വരുമ്പോൾ സഹസ്രാരെല്ലാം വരുന്നത്. അത്രയാകുമ്പോൾ നമ്മള് അത് അങ്ങോട്ട് എത്തും. അത്ര എത്തണ്ട. നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അത്ര എത്തണം എന്നില്ല. അതിൽ തന്നെ സാറിപ്പോ പറഞ്ഞത് എനിക്ക് തോന്നുന്നു സ്വാധിഷ്ഠാന ചക്രത്തിനെ പറ്റിയിട്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മള് അല്ലേ സാറേ, സ്വാധിഷ്ഠാനാണ് സാറേ. അപ്പൊ അതാണെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പം ഓരോന്നിനും പഞ്ചഭൂതങ്ങൾ, അതായത് പഞ്ചഭൂതങ്ങളും പിന്നെ അതെല്ലാം കുറെ കാര്യങ്ങൾ അങ്ങനെ. ഞാനിപ്പം ഒരു 2020 ഇങ്ങനെ കുറച്ചെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റിയത് യോഗയുടെ ഒരു കൊല്ലത്തെ പഠിത്തത്തിലൂടെയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് ഒന്നുമല്ല, ബിഗ് സീറോ ആണ് ഇപ്പോഴും, ഉള്ളൂ 1% ആയുള്ളൂ. പക്ഷെ കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ചിലപ്പം ഞങ്ങളോട് ഷെയർ ചെയ്യുന്നു. ചിലപ്പോൾ എനിക്കിങ്ങനെ എന്തോ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്ന ഒരു സംഭവങ്ങൾ കുറച്ചെല്ലാം ഉണ്ടായി. അതിപ്പം ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു. പക്ഷെ അത് സംഭവിച്ചു എന്നുള്ളതാണ്. സംഭവിച്ചിട്ടാകുമ്പോൾ ഞാൻ ഞെട്ടി. ഞാൻ എൻ്റെ സാറിനോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ പറഞ്ഞു, അത് ബേജാറാക്കിയൊന്നും വേണ്ട, ശരിക്കും ഉണ്ടാവാറുണ്ട് ചിലവ്, അത് ലെറ്റ് ഇറ്റ് ഗോ, അതിങ്ങനെ പോട്ടെ, പോയിക്കൊണ്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പം പിന്നെ എന്താ പറയേണ്ടത്, യോഗ പഠിച്ചിട്ടും സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ശൂന്യതയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആര് പറഞ്ഞാലും ഒന്നും യേശൂല സാറേ. ഇങ്ങനെ നമ്മളിപ്പം അല്ലെങ്കിൽ ഇപ്പൊ അന്ന് ഒരാൾ വന്നിട്ട് 2 വഴക്ക് പറഞ്ഞിട്ടെന്നോ പറഞ്ഞപ്പോൾ തന്നെ കണ്ണീരൊക്കെ വരും. അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ ഒരു മരണം കണ്ട ഉടനെ കണ്ണീരൊക്കെ വരും. അതിപ്പോ ഉൾക്കൊള്ളാനുള്ള അടുത്ത ബന്ധുക്കൾ ചെറുതായിട്ട് കരയാനൊക്കെ, അല്ലാതെ ഇങ്ങനെ എല്ലാറ്റിനും പോയിട്ട് കരയാ, എല്ലാവരും ഇതൊക്കെ. അന്നേരം നമ്മൾ സമാധാനം കണ്ടെത്തിയിട്ട് നമ്മൾ വളരെ ശാന്തമായിട്ട് അവരെ പിന്നെ കരയുന്നവരെ കുറച്ച് സമാധാനിപ്പിക്കാനും അവർക്ക് എന്താ ഹെൽപ്പ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ പരിസരം മറന്നുപോകും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ക്ലാസ് നല്ല ക്ലാസ്സാണ് സാറേ. കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമുക്ക് വേണ്ടത്. കാരണം സാറിന്, മനോജ് കുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലാണ്. പിന്നെ മുമ്പ് സാറ് എനിക്ക് തോന്നുന്നു 2-3 വർഷം അല്ലേ, കുറച്ച് വർഷമായിട്ടില്ല ഇതിൽ വന്നിട്ട്, അത്രയല്ലായിരുന്നു സാർ. അപ്പൊ ഞാൻ എവിടുന്നോ പോയിട്ട് വരുമ്പോ ഇങ്ങനെ ഒരു മനോജ് കുമാർ സാറ് വന്നിട്ട് ഇങ്ങനെ ഇതില് സംസാരിക്കുമ്പോ ഞാനിങ്ങനെ ഓർഗൻ വായി അങ്ങനെയെല്ലാം പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാകുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറ് ഇത് മാത്രല്ല, എല്ലാം ഭയങ്കര ഒരു എന്താ പറയുക, ബോംബ് എന്ന് പറയാ. ഭയങ്കര സംഭവമാണ് സാർ. ഏതായാലും ബിഗ് സല്യൂട്ട്. അങ്ങനെയൊന്നുമില്ല മാം. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ സബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മളെല്ലാം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ് തീർച്ചയായിട്ടും. അപ്പം അതിൽ കൂടിയുള്ള ഒരു അറിവ് ഞാൻ കുറേ ഇതിനകത്ത് വന്നതും അങ്ങനെ ഒരു സബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് പല സബ്ജക്റ്റുകളിലൊക്കെ സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ മാഡം നേരത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മുടെ ശരിക്കുള്ള ഒരു കോൺഷ്യസ് ലെവലിൽ നിന്നും മാറി നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒരു ട്രാൻസിലൊക്കെ പോയിട്ട് കുറച്ചുകൂടെ ഡെപ്തിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു എഫക്റ്റീവ്നെസ് വരാറുണ്ട് തീർച്ചയായിട്ടും. അതാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണല്ലോ. നമ്മൾ പറഞ്ഞു വന്ന് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ പവറെല്ലാം പല രൂപനാമങ്ങളിൽ അറിയപ്പെടുമെങ്കിലും അത് പവർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ വേറൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു വരികൾ ഇതിനകത്ത് ഞാൻ ആദ്യത്തെ ഈ ആമുഖത്തിൽ പറഞ്ഞ വരികളിൽ ഒരെണ്ണം പറഞ്ഞിരുന്നു. അത് ഇത് മൂർച്ഛകളെ മയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനകത്തൊരു വരിയാണ് അത്, മൂർച്ഛകളെ മയപ്പെടുത്തുന്നു. അപ്പോൾ മൂർച്ഛകളെ മയപ്പെടുത്തുന്നു എന്ന് പറയാം, മൂർച്ഛകളെ എല്ലാം താവോ മയപ്പെടുത്തുന്നു, ആ വഴി മയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ മൂർച്ഛകളെല്ലാം നമ്മളും മൃദുവാക്കണമെന്നാണ് കൂടെ ഒരു അർത്ഥമുണ്ടല്ലോ. കാര്യം നമ്മൾ പറയുന്ന വാക്കുകൾ ഒരു പക്ഷേ എല്ലാം ചിലപ്പോൾ ഒത്തിരി ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരാണ് ഷാർപ്പെന്നാണ്, മറ്റുള്ളവരെ നമ്മളെ നോവിക്കുക എന്നാണ്. പക്ഷെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ആണെങ്കിലും ആ മൃദുത്വമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് ഡോക്ടർ. നമ്മൾ വായിച്ച് നമുക്കതിൻ്റെ നാനാർത്ഥങ്ങളിൽ കൂടെ നമ്മൾ പോയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പ്രത്യേകിച്ചും അതിൻ്റെ ഒരു അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നോക്കുകൊണ്ടോ നമ്മൾ കാരണം എത്ര പേരാണ് ചിലപ്പോൾ ഒരുപക്ഷെ അനുഭവിക്കുന്നത്.
അപ്പോൾ അവിടെ മൃദുത്വം വരുത്തണമെന്നാണ് ആ ഷാർപ്നെസ്സിൽ. അപ്പോൾ അപ്പം നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവരെ കുത്തിയാണ് നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മളോ തിരിച്ച് ചിന്തിക്കണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ അർത്ഥ തലങ്ങൾ ഈ വരികളിലൊക്കെ ഓരോ വരികളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെപ്താണ് ശരിക്കും നമുക്കുമൊക്കെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ അതുപോലെ നമ്മൾ ഈ നോവിച്ച കഥകൾ എത്രയോ ഉണ്ടാവും. നമുക്കതൊക്കെ മറ്റുള്ളവരുടെ കഥകളെ നമ്മൾ പറയത്തില്ല. അയാൾ കാരണമാണ് എനിക്ക് ദുരിതങ്ങൾ വന്നതെന്ന് പറയത്തുള്ളൂ എപ്പോഴും. അപ്പോൾ അതിലേക്ക് മനോജ് സാറേ, ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ വളരെ രസകരമായ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതിപ്പം രമാവതി മാം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. മനോജ് സാറ് ക്ലാസ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന സമയത്തും ഇപ്പോഴും നമ്മളുള്ള ആ ശൂന്യതയുടെ അളവൊന്ന് ഒന്ന് അളക്കാവും. സാറ് വരുന്നപ്പം സാറ് ജലം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ് നിന്നിരുന്നത്, അല്ലേ? അപ്പം എനിക്ക് ഒരു 3-4 ക്ലാസ്സുകളാണ്. പക്ഷെ ഇപ്പം സാറ് ആ ശൂന്യതയൊക്കെ ഭേദിച്ചു, ആവശ്യത്തിലധികം, അല്ലേ? അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തി. അങ്ങനെ അതാണ് ആ ശൂന്യതയെ ഭേദിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം നല്ലൊരു അവസരമാണ്, അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. ആ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ സാറിന് മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശൂന്യതയിൽ ഈ പറയുന്ന ഇപ്പം ശുദ്ധമുണ്ടാക്കി പഠിക്കാൻ പോവാണ്, ഇതെന്താണ് ഈ സംഭവം എന്ന് പറയുന്ന പോലെ അതിനെ ഭേദിക്കുന്ന ഇതാണ് ഈ ഒരു അവയർനെസ്സിൻ്റെ ആ ഒരു വലിയ തലം തന്നെയാണിത്. പക്ഷെ ഇത് സാധാരണ വ്യക്തികൾക്ക് ഇതിങ്ങനെ മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഇത് കൂടുതൽ അതിനകത്ത് എന്താ പറയുന്നത്, കൂടുതൽ പഠനങ്ങൾ വേണം, അറിവുകൾ വേണം. ഒരു പുസ്തകം വായിച്ചാൽ അത്ര ഈസി ആയിട്ട് ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു ടോക്കിലും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ വ്യത്യാസം വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ശൂന്യതയെ ഭേദിക്കുന്ന ഒരു വലിയ എക്സാമ്പിളാണ് മനോജ് കുമാർ സാറ്. സാറിൻ്റെ ആ തലങ്ങളൊക്കെ ഒത്തിരി എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പം ഞാൻ ഇതിനൊരു റൈറ്റപ്പ് എഴുതാറുണ്ട്. ഈ റൈറ്റപ്പ് എഴുതുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാകുന്നത്. മനോജ് സാർ തന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇതിൻ്റെ റൈറ്റപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ശരി, തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും ഞാൻ കണ്ടത്. സാർ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാറ് അതാണ് പറഞ്ഞതിന്റെ ഇതിൻ്റെ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തലമാണ്. പക്ഷെ സാറ് തരുന്ന ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു ടൈറ്റിലാണ് നമ്മളെ വഴിയിൽ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ ഇന്നലെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും അല്ല, ഇന്നലത്തെ മറ്റേ വൈസ് അഡ്മിറലിൻ്റെ ക്ലാസ്, ആ ക്ലാസ്സിൽ ഞാൻ ടൈറ്റിൽ എഴുതിയായിരുന്നു. പക്ഷേ എനിക്ക് എഴുതാനൊരു സാറ് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ എഴുതുന്നത് തമ്മിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ എനിക്ക് മനോജ് സാറിനോട് കൃത്യമായിട്ട് ചോദിക്കാം, റൈറ്റപ്പ് എഴുതി തരാനൊക്കെ പറയാം. എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊരു നല്ലൊരു എക്സാമ്പിൾ അല്ല തന്നെയാണ്. സാറ് നല്ല പറഞ്ഞതൊക്കെ എഫേർട്ട്. അതെ, അതെ. അല്ല, ഞാനത് അറിയുന്നുണ്ട്. കാര്യം ഞാൻ വളരെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിൽ നിന്ന് ജോലി ചെയ്യാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു. എല്ലാം ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻസും അതൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ അതിൽ മാത്രമേ നിന്നിരുന്നുള്ളൂ. പിന്നെ എനിക്ക് കുറച്ചുണ്ടായിരുന്ന എന്താണ് ഒരു മ്യൂസിക് ഫീൽഡിലൊക്കെ കുറച്ച് ഞാൻ സമയം ചെല്ലും. പക്ഷെ തിരിച്ച് ഞാൻ എനിക്കൊരു അതിനുള്ള ഒരു അവസരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള അതിൽ കൂടെയൊക്കെ കുറച്ച് ഒന്നും പഠിച്ചിട്ടില്ല ഇപ്പോഴും, എങ്കിലും അതിനൊക്കെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് സാബു സാർ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ വേറെ 1-2 ഞാൻ പങ്കെടുക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരിൽ നമുക്ക് തിരിച്ചറിവുകളിൽ കൂടിയുള്ള ഒരു യാത്ര പോകാനും ഇതിൻ്റെ അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയും അതിൽ കൂടി കിട്ടുന്ന കണ്ടന്റിൽ കൂടി ഇപ്പം തീർച്ചയായിട്ടും ഒരു സാബു സാറിനൊക്കെ അറിയാം, ഡോക്ടർക്കും ഒക്കെ അറിയാം, നമ്മൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ തന്നെ അതിൻ്റെതായിട്ടുള്ള സമയം, പ്രത്യേകിച്ച് ഇക്കാലത്തൊക്കെ ആണെങ്കിൽ എന്ത് നമുക്ക് വേണമെങ്കിൽ AI കൂടെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമെങ്കിലും ഒരുപക്ഷെ നമ്മൾ തന്നെ അതിൻ്റെ ഈ ഇതിൽ കൂടെ നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ കൂടെ നമ്മൾക്ക് കിട്ടിയ ഒരു അറിവിൽ കൂടെയാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ താല്പര്യം. അതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് തിരിച്ചറിവുകളാണ് സാബു സാർ. തീർച്ചയായിട്ടും തന്നെ ഹെൽപ്പ് ചെയ്യേണ്ടെന്നും അതിനുള്ള പ്രകൃതിക്ക് ഒരു അവസരങ്ങൾ നിയമമുണ്ട് സാറേ, വരുന്നതാണ് കിട്ടുന്നത് കൊടുക്കുക, തീർച്ചയായിട്ടും. കിട്ടുന്നത് കൃത്യമായിട്ട് കൊടുക്കുക. അല്ല, രണ്ടു കൈ നീട്ടി സ്വീകരിക്കാനും നമ്മൾ തയ്യാറാണ് തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ സ്വീകരിച്ച ദിവസം മാത്രം തന്നെ പോരാ, കൊടുക്കുകയും ചെയ്യണം. കൊടുക്കുമ്പോഴാണ് അത്, അല്ലേ? കൊടുക്കുകയും ചെയ്യണം. അല്ല, കൊടുക്കുമ്പോഴേ കൊടുക്കുന്തോറും കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നപ്പോൾ അതെനിക്ക് അതിന്റെ ആങ്കർ ചെയ്യാനും ആ പ്രോഗ്രാമൊക്കെ എൻ്റെ ഒരു MC ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കുറച്ചുകൂടി ഒരു ആവുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നല്ല അവസരങ്ങളായിട്ട് അതിനൊക്കെ നന്ദിയോടെ നമ്മൾ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട് സാർ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. താങ്ക് യു സാർ. അതുപോലെ രമാവതി മാഡത്തിൻ്റെ ശിരസിന് ചുറ്റും ഒരു ഓറ, ഒരു
ഹാലോ കാണുന്നുണ്ട്. അത് ലൈറ്റിന്റെ ആണോ അതോ ഈ പ്രീമോനിഷൻ ആണോ? പറയാതെ തന്നെ പേടിച്ചിരിക്കുക. സാറേ അത് എനിക്ക് ഫീൽ ചെയ്ത് എപ്പോഴാണ് അറിയത് സാറേ, ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് പിന്നെ ആങ്ങളെ, അതിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കുഴപ്പമില്ല, എവിടെ പോകില്ല. ആങ്ങളയുടെ മോന്റെ ഒരു നിശ്ചയം എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് എനിക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ആണെങ്കിൽ ഇവിടെ യോഗയുടെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ഞാൻ നിൽക്കണം, എല്ലാരും പോണല്ലോ. അപ്പൊ അന്ന് തന്നെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പിന്നെ റെഫറി ടെസ്റ്റ് എഴുതണമെങ്കിൽ അവിടെ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കണം. ഞാൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം അപ്പം എനിക്കും ബുക്ക് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് 2 ദിവസം മുമ്പേ പറഞ്ഞു, ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പേ, എനിക്ക് ഏട്ടത്തിയമ്മക്ക് ഏട്ടന് എന്തോ സംഭവം ഉള്ള പോലെ തോന്നുന്നു, എനിക്ക് പേടിയാവുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ആരോടും പറയണ്ട നീന്ന്. പക്ഷെ ആ പോകുന്നതിന്റെ 2 ദിവസം മുമ്പ് ഏട്ടന് പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്നു. അറ്റാക്ക് പോലെ വന്നിട്ടൊന്നും പ്രശ്നമില്ല, ഹോസ്പിറ്റലിൽ പോയി 5 നമുക്ക് ചെയ്ത് എന്നിട്ട് ആ പോക്ക് മുടങ്ങി. പക്ഷെ അതിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാനന്ന് യോഗാസന മത്സരത്തിൽ പങ്കെടുത്തു, റെഫറി ടെസ്റ്റ് ചെയ്താനുള്ള ഒരു ചാൻസ് ഉണ്ടായി. അതാണ് സാറേ, കാരണം ഇങ്ങനെ ഒരു കേസല്ല, കുറെ കേസ് മുൻകൂട്ടിയിട്ട് ഒരു ചെറിയൊരു സൂചന. അതെ അതെ, അത് ഈ യോഗയുടെയൊക്കെ ഒരു മനസ്സ് ഒരുങ്ങുകയും പ്രകൃതിയെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെയാണ്. ഈ അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ പോലെ. അതായത് എനിക്ക് പേടിയായിട്ടാ ഞാൻ എന്റെ സാറിനോട് ഷെയർ ചെയ്ത. അപ്പൊ പറഞ്ഞു അത് പേടിക്കാനൊന്നും വേണ്ട, അത് പിന്നെ ഏതൊരു സാറിന്റെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ പറയാറുണ്ട്, അത് പേടിക്കാനൊന്നുള്ളതല്ല, അത് സാധാരണ സിക്സ്ത് സെൻസിന്റെ പ്രവർത്തനമാണ്. യെസ്, അത് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അത്രയും ഗ്രേറ്റ് വാക്കൊന്നും എനിക്ക് ഉപയോഗിക്കണ്ടെന്ന് വെച്ചിട്ട് സിക്സ്ത് സെൻസ് തന്നെ. സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇതിൽ തന്നെ നമ്മള് ലയിച്ചത് കൊണ്ട് ചിലപ്പോ ഞാനിപ്പോ ട്രെയിനിൽ വന്നിട്ട് ഇറങ്ങിയതേ ഉള്ളൂ 6 മണിയാകുമ്പോ. അപ്പൊ ഞാനിങ്ങനെ ട്രെയിനിൽ ആലോചിച്ച് വയോജനങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ചെറിയൊരു ക്ലാസ് എടുത്താലോന്ന്. ഇതേ ചിലവരൊക്കെ ഒട്ടും ക്ലാസ് എടുക്കുന്നില്ല, അതാണ് ഒരു പ്രശ്നം. എനിക്ക് പക്ഷെ നമുക്ക് ക്ലാസ് എടുക്കാൻ സ്പേസ് ഇല്ല കേട്ടോ. നമ്മൾ ഇത്ര പാടും. ഇപ്പൊ ഈ മൺഡേയിൽ ഒരു 3-4 സൈക്കോളജി ക്ലാസ്സുകൾ പെൻഡിങ്ങാ. എനിക്ക് മനോജ് സാറിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഇതുപോലെ മനോഹരമായിട്ട് ക്ലാസ് എടുക്കുമോ? എനിക്ക് സൈക്കോളജി ഡേ ആണ് മൺഡേ എന്ന് ഞാൻ പറഞ്ഞു വെച്ച് അതിനിങ്ങനെ പരിഭവപ്പെടും ആളുകൾ, ഇതെന്താ തരാത്തെ. ഞാനിപ്പോ മൺഡേയും സാറ്റർഡേയും മാത്രമേ ഫ്രീ ഉള്ളൂ. ഞാനിപ്പോ വിട്ടോട്ടെ സാർ, എനിക്ക് ഇന്നിപ്പം ഒരു കവിത പാരായണ മത്സരം ഉണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പില്. എന്തായാലും എന്നെയൊക്കെ മത്സരം ഉണ്ടെങ്കിലും ഇവിടെ തല കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ സന്തോഷം. നല്ലോണം കമന്റ്സ് ഒക്കെ പറയും, അത് തന്നെ വലിയൊരു സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് റാം ഉണ്ടോ, അതുപോലെ തന്നെ ടോം സാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മനോജ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യും, തിരക്കായി പോയോ? ഓക്കെ, എങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു മനോജ് സാർ. നാളെ നമുക്ക് സ്റ്റോറി ഡേ ആണ്, ഒരു പുതിയ കഥ കേൾക്കാം. സീ ഗുഡ് നൈറ്റ്.